ഹായ് ഗായ്സ്, ഇത് ഞാൻ മൈൻക്രാഫ്റ്റാണ്. ഗായ്സ്, ഇതെന്താന്ന് മനസ്സിലാകാത്ത? ഓക്കെ, റെഡി. ഞാൻ ഇത് വലിയതായിട്ട് ഒന്നും ചെയ്യാൻ വന്നത്. കുറേ കാര്യങ്ങളിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ എവിടെയാണെന്ന് മനസ്സിലാക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഇതെന്നെ പറ്റിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ പറ്റിക്കില്ല. ചിലപ്പോൾ ഇതിൻ്റെ അകത്താണ് ഗൈസ്. ഞാനതാണ് ഇങ്ങനെ നോക്കുവാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ വഴി തന്നെ ഓരോന്നും ചെയ്യും. ഇല്ല, നോക്കിയത് ഇത് എടുക്കില്ല. ഫസ്റ്റ് ഗൈസ്, അതല്ല എൻ്റെ സംശയം. അതിൻ്റെ ഫ്രണ്ട് ആദ്യമാണ്. അവിടെ കുറച്ച് സംസാരിച്ചോ. ഹലോ ഗൈസ്, ഇവൻ്റെ വീട്ടിലാണ് ഞാൻ ഗൈസ്. ഞാൻ കുറേ ദിവസം ഇവൻ്റെ ഇത് ചെയ്തായിരുന്നു. ഇവനായിട്ട് നിനക്കതറിയാം ഗൈസ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഞാൻ എൻ്റെ ഫോൺ ഹാങ് ആയപ്പോൾ പിന്നെ എൻ്റെ ഇന്ന് വേറെന്തോ കാണുകൊണ്ട് ഞാനില്ലേ ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ ക്രിയേറ്റീവ് മോഡിലാണ്. വേണം എനിക്കതിന് കുറച്ച് സാധനങ്ങൾ എടുക്കാനാണ് ചെയ്യുന്നത്. ക്രിയേറ്റീവ് മോഡ് ഞാൻ ആക്കിയത് അത് ഞാൻ മറന്നുപോയി ഗൈസ്. വേറെ ഒന്നുമല്ല, ഫുൾ സ്റ്റാറ്റ് റൈറ്റ് ആർബർ എൻചാൻറ്റിങ് ചെയ്യാൻ പോവാണ്. അപ്ഗ്രേഡൊക്കെ ഫസ്റ്റത്തത് ഇല്ലേ ഇത് ഗൈസ്. ഇത് ഉള്ളതായിട്ട് ഇപ്പം തന്നെ തീരും. ഇതും കൂടെ തീർന്നു. വേണ്ടാത്ത ഈ രണ്ട് സാധനവും. എന്നിട്ടാണെങ്കിൽ എനിക്ക് വേണ്ട ഈ ബോവും ആരോന്ന് ഈ ആരോനെടുത്തു. ഇതാണ് ഞാൻ ഇതിലെടുത്തതെന്ന് വെച്ചാൽ ഇതെല്ലാം ഞാൻ എൻചാൻറ്റിങ് ചെയ്യാൻ പോവാണ്. ഈ ആരോ എൻചാൻറ്റിങ് ചെയ്യുന്നത്. ആരോ ഇവിടെ വയ്ക്കട്ടെ. എൻചാൻറ്റിങ് ടേബിൾ ഇങ്ങോട്ട് വരട്ടെ. എന്നിട്ട് ഇറങ്ങി ഒരു എൻചാൻറ്റിങ് ടേബിളും. എന്നിട്ടാണെങ്കിൽ എല്ലാം എൻചാൻറ്റിങ് ചെയ്യുവാണ്. പ്രൊട്ടക്ഷൻ ഇതിനും പ്രൊട്ടക്ഷൻ. അൺബ്രേക്കിംഗ് ആയിരിക്കും. അൺബ്രേക്കിംഗ് തന്നെ. അൺബ്രേക്കിംഗ് ആണ് ഗൈസ്. എല്ലാണോ റെഡി? ഒന്നുകൂടെ ഗൈസ്. ഇനി എന്നെ നേരെ സർവൈവൽ ആക്കുന്നതിന് മുമ്പ് കാര്യം ചെയ്യാമെന്ന് ഗൈസ്. ടെലിപ്പോർട്ടല്ല, സോറി. അയ്യോ ഗൈസ്, ഈ ക്രിയേറ്റ് ചെയ്താൽ എനിക്ക് ഒരു ഉപകാരം കൂടെ ഉണ്ടായിരിക്കും. അതൊക്കെ എനിക്കാണ്. ഇവിടെ ആണെങ്കിൽ ഇതാണ് ഞാൻ ഒരു ക്രീപ്പറിൻ്റെ ഇതെടുത്തിട്ടുണ്ട്. എങ്കിൽ ക്രീപ്പർ സ്പോണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ക്രീപ്പറിൻ്റെ സെറ്റിങ്സ് ഇട്ട് സർവൈവലാക്കും. ചെയ്തിട്ട് കൊറോണ ഇങ്ങനെ ചത്തു. ഗൈസ്, ഒരു കാര്യം ചെയ്യേ, എൻ്റെ പ്രൊട്ടക്ഷൻ അൺബ്രേക്കിങ് ഇതാണ്. ഈ പ്രൊട്ടക്ഷൻ വന്ന് ഗൈസ്. എന്നിട്ടാണെങ്കിൽ ബോവും കൂടെ ഒന്ന് ജസ്റ്റ് ചെയ്യുന്ന വസ്തുവാണ്. ഇതൊരു ചെറിയ രോഗമാണ്. എന്താണ് ഗൈസ്? എൻ്റെ ഒറ്റടിക്ക് ചിലപ്പോൾ അവന്മാർ ചാവും. ഞാൻ പറഞ്ഞില്ല ഗൈസ്,
ഇവനും കൂടെ ഒന്ന് ഷോട്ടെ. ഷോട്ട് അടിച്ച് ഹെഡ് ഷോട്ട് ടു മീ. ഇവിടുത്തെ ആഡ് എവിടെ ഇത് അറിയാത്തത്. ഊളെന്തായാലും കിട്ടി. ഇനി നേരെ കേവ് ടൂൾസ് ഉണ്ടാക്കണം. ഷീൽഡ് എടുക്കാമെന്നായി. അപ്പോൾ സെറ്റിങ്സ് കയറിയിട്ട് വീണ്ടും ക്രിയേറ്റീവ് എന്നിട്ടാണെങ്കിൽ ഷീൽഡും കൂടെ എടുത്ത് ഷീൽഡിന് മുമ്പേ വേറൊരു ഇമ്പോർട്ടൻ്റ് സാധനമുണ്ട്. ഐ ഓഫൻഡർ ആൻഡ് ഒരു സാധനം കൂടെ ഉണ്ട് നമ്മുടെ ഷീൽഡ് തന്നെ. അങ്ങനെ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഐ ഓഫൻഡർ ആണ്. എന്തായോ ഐ ഓഫൻഡറാ? ഐ ഓഫൻഡർ എന്താണെന്ന് അറിയുമോ? ഇതിൻ്റെ അകത്ത് ഡ്രാഗൺ ഉണ്ട്. അവനില്ലേ നമുക്ക് കൊല്ലാനായിട്ടാണ് ഐ ഓഫൻഡർ. അത് നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ അത് പോകുന്ന വഴി കൂടെ. അപ്പോൾ നമ്മളില്ല ഒരു വില്ലേജിൽ എത്തും. എന്നിട്ടാണെങ്കിലോ അതാണ് എനിക്ക് ശരിക്കും ഉള്ളയില്ലേ. അയ്യേ ശരിക്കും പറഞ്ഞ ആ വില്ലേജില്ലേ അവിടെ അടിക്കും. എൻ്റെ ഒരു ഇതുണ്ട് എൻ്റെ പോർട്ടല്. എന്നിട്ടില്ലേ അതേമാതിരി ഇല്ലേ നമുക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പോവാം. എന്നിട്ട് നമുക്ക് അതിനെ കൊല്ലാം. എനിക്കിപ്പോൾ കുറേ ഇതുണ്ട് ഗൈസ് ഐ ഓഫൻഡർ. അപ്പം ഞാൻ വീണ്ടും തുടങ്ങിയിട്ട് ഞാൻ നേരെ ആ സൈഡിലേക്കാണ്. ഇവിടെ ഇല്ല ശരിയായില്ല. സർവൈവലിൽ എടുക്കാമെന്നാണ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ഇങ്ങനെയാണ് എൻ്റെ പ്ലാൻ. ഞാനെന്നുള്ള ചെയ്യാൻ ഓടിച്ചാടി കാണിച്ചു തരാം. ആ പിഗ്ഗീനെ ഞാൻ അവനെ കാണിച്ചു തരാം. ഇങ്ങനെ ഓടിയിട്ട് ചാടി ആണ് ഗൈസ് എൻ്റെ പ്ലാൻ. ഞാനിപ്പോൾ നേരെ സ്ഥലത്തേക്ക് ഇടട്ടെ. ഈ സ്ഥലത്ത് ചെന്നിട്ട് കാണാം. റെഡി ചുമ്മാ ഗൈസ്. ഞാൻ ഇത് എനിക്കധികം എഡിറ്റ് ചെയ്യാൻ അറിയില്ല. അതുപോലെ ഞാൻ ഇല്ലേ ഇത് ഇടും. ഞാൻ നടക്കുവാണ് ഗൈസ് ഒരു കുറേ ദൂരത്ത്. അപ്പോൾ കിടക്കടേ എടാ ഇപ്പോൾ വീണ കേട്ടോടാ. നമുക്കാണെങ്കിൽ ഇങ്ങനെ വേണം നമുക്ക് ഫാസ്റ്റിൽ പോടോ. ഫാസ്റ്റിൽ പോടാ. എടാ ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചു ഗൈസ്. അതാണ് കാണാൻ നോക്കട്ടെ. എല്ലാം ആദ്യമായാണ് എല്ലാം കാണാൻ പോകുന്നുണ്ടാവും. നോക്കട്ടെ ആദ്യമായാണോ തീരാറായി. എല്ലാം അവിടെയാണ് ഗൈസ് വീടുന്നത്. എൻ്റെ പഴയ ഒക്കെ ഉണ്ടായിരുന്ന എല്ലാ ഐ ഓഫൻഡറും ഞാൻ ഇവിടെ എടുക്കാൻ വേണം. മക്കളത് എത്രയും ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലല്ലോ ഗൈസ് ഇല്ല ഇതുണ്ടായിരുന്നുള്ളൂ. ഞാനെങ്കിൽ പതുക്കെ പോകണം. എനിക്കൊരു ബോട്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഗൈസ് ഇവിടെ നിന്ന് കിടക്കാൻ. അല്ലേടാ ഇനിയാണെങ്കിൽ എന്ത് ചെയ്യാൻ? ആര് പറയാൻ ആര് കേൾക്കാൻ? ഗൈസ് എടാ ഇവരാട്ടോ എൻ്റെ ഇടാനുള്ളത്. ഇവനാണെങ്കിൽ ഒന്നും അറിയില്ലല്ലോ. അതാണ് നമുക്കൊന്ന് പണി കൊടുക്കാം കേട്ടോ. ഇവിടെയാണ് എൻ്റെ ഇടാനുള്ളത്. ഞാൻ ഇനി ഇവനെ കുറച്ച് കാര്യങ്ങൾ പണി കൊടുത്തിരുന്നു. നിങ്ങൾക്ക് ഇടാണോ? അല്ലേടാ അതായത് വല്ലതും വാ തുറന്ന് പറയടേ. ഞാനാണ് ഗൈസ് ഇവൻ്റെ ഈ ഫാമിൽ നിന്ന് ഞാൻ എല്ലാ പ്രൊഡക്റ്റോസും എടുക്കാൻ പോകണം ഗൈസ്.
ഗൈസ് എനിക്കാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 10 പുറത്തുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ നിന്ന് ഒരു ബെഡും സ്റ്റോർ ചെയ്ത് ഒരു ദിവസം കിടന്നിട്ട് പിന്നെ നമുക്ക് ചെയ്യാം. ഞാൻ ഇവനൊന്ന് അടിക്കുന്നതിൻ്റെ എടാ അവൻ നമ്മളിൽ അടിക്കാൻ വരുവാടാ. നമുക്കപ്പോൾ ഇല്ല അതിൽ നിന്ന് രക്ഷ വേണം. ഫസ്റ്റ് അവൻ്റെ ഡാമേജ് നമുക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ നമ്മൾ കൊല്ലും. അത് നമുക്ക് ഓടാടാ. ഓട്. ആ അവനെവിടെ? അവൻ വരുന്നുണ്ടോ? അവിടെ ഇല്ലടാ, അവൻ പോയി. അവൻ പോയേ. അവൻ ഇങ്ങോട്ട് കയറുന്നുണ്ടോ? കണ്ടല്ലോ. നമ്മളുടെ ഓടാ, ഓടിക്കോടാ. ഫാസ്റ്റ് ഇട്ടേ ഓടുവാണേ. എനിക്കിനി വേറെ വരിയില്ല. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഓടണം. സോംബീസ് ഇറങ്ങാറായടാ. സോംബീസ് ഇറങ്ങാറായോ? അല്ല ഇവിടെ എന്തായാലും അവനെ എങ്ങനെയായാലും കൊല്ലാം. ഇവിടെ നിന്ന് കൊല്ലാനാണ് എൻ്റെ ഒരു അവനല്ലേ ഇടത് പിക്കാടാ. ഇപ്പം അവൻ താഴെയാണെങ്കിൽ നമ്മക്കാണെങ്കിൽ അങ്ങോട്ട് അടിച്ചാൽ പോയടാ. ഒരടി കൂടെ അവൻ ചതക്കും. ഒരടിക്ക് അവൻ ചവിടും. ഇനി അപ്പോൾ ഇങ്ങനെ അടിച്ചാൽ മതി. അവനോട് ഒരടിയും കൂടെ ലാസ്റ്റ് ഓഫ് ഫൈനാണ്. ചത്ത് അത് നോക്കാൻ കിട്ടിയടാ. മെയിനായിട്ട് ഞാൻ ഇതിനാണ് വന്ന കാര്യം റെഡി. അതിന് മുമ്പേ ടൺ ബ്രേക്കിങ്ങിൻ്റെ എൻചാൻഡ് ഇടാം. അപ്പോൾ ആണെങ്കിൽ നമുക്ക് അറിയാം. അതാരാടാ? സോംബീസ് ഇറങ്ങി. സോംബീസ് അത് ക്രീപ്പറാ. അവനെ നമ്മൾ സോംബീസ് ഇറങ്ങി ഓടാമ. സോംബീസ് ഒക്കെ ഇറങ്ങി. ഇതേ അവിടെ സ്കെലറ്റൻ ഉണ്ട്. സ്കെലറ്റൻ നമ്മൾ പിന്നെ പേടിക്കൊന്നും വേണ്ട. നേരെ ചെല്ലുക, അവനടിക്കുക, വരിക. എടാ സോംബിയെ, നീ എന്നെ പുറകെ കിടക്കൂടാ. നമുക്ക് ഞാൻ വീട് ഇവിടെ തപ്പണം. വീടുണ്ടാക്കണ്ടടാ. അവന്മാരുടെ വല്ല വീടിൽ നിന്ന് വല്ല ബെഡും സ്റ്റോൾ ചെയ്തിട്ട് നമുക്കില്ലേ പലയിടത്തും ചെന്ന് കിടന്ന് ഉറങ്ങാം. അതാ എൻ്റെ ഐഡിയ. ഒരു വീട്, കുറേ വീട്. കുറേയൊന്നുമല്ല, കുറച്ച് 3 വീടുണ്ടെന്ന്. അതെല്ലാം അതാ ഇപ്പം 4ആയി. ഇവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലണമല്ലോ. എൻ്റെ ബെഡ് ഞാൻ എൻ്റെ അവിടെ. അയ്യോ, നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കിടക്ക് കിട്ടി. അല്ലേടാ, ഇനി ഇതാണ് ഇനി നമ്മുടെ വീട്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നതേ. ഇനിയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആരും വരില്ല. എങ്ങനെയോ ഞാനാണെങ്കിൽ അവിടെ ബ്ലോക്ക് വെച്ചിട്ട് അടിച്ചടേ. പിന്നെ നമ്മൾ വെളിയിൽ എങ്ങനെ ഇറങ്ങുവാടാ? അതൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമില്ലേ എങ്ങനെയെങ്കിലും ഈ ഒരെണ്ണം മാത്രം പൊടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇപ്പോൾ കിടന്നുണങ്ങണം. എന്തായില്ലേ രാവിലെ എഴുന്നേറ്റ് നമുക്കാണെങ്കിൽ കുറച്ച് വുഡൊക്കെ ഉണ്ടാക്കിയില്ലേ, ഒരു ട്രാപ്പ് ഡോർ വയ്ക്കാം. അപ്പം നമുക്കാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങിയാൽ മതിയല്ലോ. ഈസി ആകില്ലേ? സ്റ്റെപ്പ് വരെ ഇറങ്ങിയാൽ മതിയല്ലോ. സ്റ്റെപ്പും ഉണ്ടോ? എടാ നമുക്ക് ഇതിലേ ഇറങ്ങിയപ്പോലെ. എടാ എനിക്കൊരു ഐഡിയ. ഇപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ വയ്ക്കും. നിങ്ങൾ ആത്തെങ്ങനെ മാറും? രാവിലെ ആയി. വണ്ടർഫുൾ മോർണിംഗ്. ഇനി ഉമ്മമാർ വല്ല ഒരിങ്ങനെ വാങ്ങാം. എന്നാൽ ഹു അങ്ങനെ നമുക്ക് അടിക്കാം. അതും നോക്കിയടാ. നീയൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആയി പോടാ. നീയൊക്കെ ഇനി ഫ്രണ്ട്സേ അല്ല. അതുപോലില്ലേ നമ്മളെ ഫ്രണ്ട്സ് അല്ലായിരുന്നു നേരത്തെ. നമ്മുടെ സോംബി അടിച്ച് സോംബി അപ്പോക്ലിപ്സായി. എന്ത് ചെയ്യേ അല്ലേ? ഞാൻ കുറച്ച് ബ്രെഡ് ഉണ്ടാവട്ടെ എനിക്ക്. പക്ഷെ ഈ കേസ് അത്
വിശക്കുന്നുണ്ട് ശരിക്കും. ഇപ്പം എൻ്റെ റിയൽ ലൈഫ് എനിക്ക് വിശക്കുന്നുണ്ട്, അല്ലാതെ എനിക്ക് വിശക്കുന്നുണ്ട് ഗെയിമിലും. ഗൈസ് ഇവിടെ നിന്ന് കുറച്ച് പൂളെടുക്കാം. ഞാൻ ഇത് എന്നിട്ടാണെങ്കിൽ വേറെ എവിടെയെങ്കിലും നൈറ്റ് സ്കിപ്പ് ചെയ്യാം ആണ് പ്ലാൻ. അല്ലേടാ അതൊന്നും അല്ലേ. ഞാൻ അവന്മാരൊക്കെ വീട് വെക്കണമെങ്കിലും പാവങ്ങൾ അല്ലേ, അവന്മാർ പാവങ്ങളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവന്മാരുടെ ഒന്നും നമ്മൾ കട്ടില്ലേ, കട്ടെടുക്കുന്നതിന് പകരം നമുക്ക് അവന്മാരുടെ ഇത് എന്തിനാടാ അവൻ ഞാനവനെ കൊന്നു. എടാ ഞാനാണെങ്കിൽ ഈ വീടിൻ്റെ ഒക്കെ ഇനി മൂത്തൽ ഇനി ഇവിടെ ഒരുത്തനും കാണില്ല. ഈ വില്ലേജ് ഇനി എൻ്റെതാ. അപ്പോളാ എടാ നിന്നെയൊക്കെ നീ ഇവിടെയൊക്കെ നീയൊക്കെ എന്തിനാണ് ഇവിടെ? ആരും ഉണ്ടാകത്തില്ല. അവൻ പാവ, നമുക്കെന്തിനാ അവനെ? പാവ ഒരു കുട്ടിത്തേമാങ്ക്. ഗൈസ് ഞാൻ ചുമതാണ്. ഗൈസ് ഈ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ ബൈ.